യാത്രക്കാരുടെ സൗകര്യാർത്ഥം പുതിയ ആപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ കേറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. ആൻഡ്രോയിഡ്, iOS ഉപകരണങ്ങൾക്കായി സ്വറെയിൽ എന്ന ആപ്പാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനു പുറമെ യാത്രകൾ ആസൂത്രണം ചെയ്യുന്നതിനും ട്രെയിൻ ട്രാക്ക് ചെയ്യുന്നതിനും ട്രെയിനിന്റെ നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനും ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിനും എല്ലാം ഉപഭോക്താക്കൾക്ക് ഈ ആപ്പ് പ്രയോജനപ്പെടുത്താം. സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തതാണ് സ്വറെയിൽ ആപ്പ്. എന്നിരുന്നാലും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി പഴയ IRCTC ആപ്പ് ഇപ്പോഴും ഉപയോഗിക്കാം. ഇനി സ്വറെയിൽ ആപ്പിലൂടെ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഘട്ടം 1, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ IRCTC ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. IRCTCയുടെ പഴയ ആപ്പിൽ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച ഐഡിയും പാസ്വേഡും ഇവിടെയും ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതേസമയം നിങ്ങൾക്കൊരു IRCTC അക്കൗണ്ട് ഇല്ലെങ്കിൽ ഒന്ന് സൃഷ്ടിക്കുക. ഘട്ടം 2, ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ജേർണി പ്ലാനർ കോളത്തിൽ നിങ്ങൾക്ക് 3 ഓപ്ഷനുകൾ കാണാൻ കഴിയും: റിസർവ്ഡ്, അൺറിസർവ്ഡ്, പ്ലാറ്റ്ഫോം. ഇവയിൽ റിസർവ്ഡ് ക്ലിക്ക് ചെയ്യുക. ഘട്ടം 3, അവിടെ സ്റ്റേഷന്റെ പേരും തുടർന്ന് ഏത് സ്റ്റേഷനിലേക്കാണ് എത്തേണ്ടത് തുടങ്ങി പുറപ്പെടുന്ന തീയതി, ക്ലാസ്, കോട്ട മുതലായവ ടൈപ്പ് ചെയ്യണം. പൂർത്തിയാകുമ്പോൾ തിരയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നൽകിയ തീയതിയെ അടിസ്ഥാനമാക്കി ഈ റൂട്ടിൽ ഓടുന്ന എല്ലാ ട്രെയിനുകളുടെയും ലിസ്റ്റ് കാണിക്കുന്ന ഒരു പുതിയ പേജ് ദൃശ്യമാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രെയിനിന്റെ കോച്ചും ക്ലാസും തിരഞ്ഞെടുക്കുക. തുടർന്ന് മറ്റൊരു വെബ് പേജ് തുറക്കും. ഘട്ടം 4, തുറന്നു വരുന്ന ഈ പേജിൽ ബോർഡിംഗ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കുക. ഇത് നിങ്ങൾ യാത്ര ആരംഭിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും. തുടർന്ന് യാത്രക്കാരന്റെ കോൺടാക്ട് വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്. നിങ്ങളുടെ IRCTC രജിസ്റ്റർ ചെയ്ത ഇമെയിൽ IDയിലേക്കും ഫോൺ നമ്പറിലേക്കും ഈ ടിക്കറ്റ് അയക്കും. ബിസിനസ് ബുക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ GST നമ്പറും നൽകാവുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ യാത്രാ വിശദാംശങ്ങൾ അവലോകനം ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഘട്ടം 5, ഇപ്പോൾ ഒരു പുതിയ പേജ് തുറന്നു വരും. പണം അടയ്ക്കുന്നതിന് മുമ്പുള്ള അന്തിമ പരിശോധന അത് നിങ്ങളെ കാണിക്കും. ഈ പേജിൽ നിങ്ങൾക്ക് ട്രെയിനിന്റെ പേര്, യാത്രാ സമയം, നിങ്ങളുടെ പേര്, യാത്രാ നിരക്ക് എന്നിവ കാണാൻ സാധിക്കും. നിരക്കിന് തൊട്ട് താഴെയായി ഫെയർ ബ്രേക്കപ്പ് എന്ന മറ്റൊരു ബട്ടണുമുണ്ട്. എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ എൻ്റർ ക്യാപ്ച ബട്ടൺ ഉപയോഗിച്ച് ക്യാപ്ച പൂരിപ്പിച്ച് നൽകുക. തുടർന്ന് ബുക്ക് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. IRCTCയുടെ UTS അൺറിസർവ്ഡ് ടിക്കറ്റ് ആപ്പിൽ നിന്നോ UPI, ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകളിൽ നിന്നോ നെറ്റ് ബാങ്കിങ്ങിലൂടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റ് ഉപയോഗിക്കാം. ഘട്ടം 6, ടിക്കറ്റുകൾ കാണുന്നതിന് സ്വറെയിൽ ആപ്പിന്റെ ഹോം പേജിലെ എൻ്റെ ബുക്കിങ്ങുകൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബന്ധപ്പെട്ട ബുക്കിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ വിശദാംശങ്ങൾ കാണുക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒരു പുതിയ പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങൾക്ക് ബുക്കിംഗ് വിശദാംശങ്ങൾ കാണുന്നതിന് ചെറിയ PDF ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ ടിക്കറ്റ് നിങ്ങളുടെ ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കുന്നതിനായി അക്ഷര ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ടിക്കറ്റ് വിശദാംശങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ പങ്കിടുന്നതിന് വേണ്ടി പങ്കിടൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. IRCT സ്വറെയിൽ ട്രെയിൻ ആപ്പിന്റെ പ്രധാന സവിശേഷതകൾ നോക്കാം. ടിക്കറ്റുകൾ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്യാം. യാത്രകൾ എളുപ്പത്തിൽ ആസൂത്രണം ചെയ്യുക. ട്രെയിനുകൾക്കായി തിരയുക. ആപ്പ് വഴി റിസർവ് ചെയ്തതോ റിസർവ് ചെയ്യാത്തതോ ആയ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക എന്നിവയെല്ലാം ഇതിലൂടെ സാധ്യമാണ്. ഈ ഏകീകരണം ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളുടെ ആവശ്യകത കുറയ്ക്കുകയും ബുക്കിംഗ് പ്രക്രിയ ലളിതമാക്കുകയും ചെയ്യുന്നു. അടുത്തതായി എൻ്റെ ബുക്കിങ്ങുകൾ എന്ന സൗകര്യം ഉപയോഗിച്ച് ബുക്ക് ചെയ്തതും റദ്ദാക്കിയതുമായ ടിക്കറ്റുകളുടെ വിശദാംശങ്ങളും ചരിത്ര വിവരങ്ങളും ഒരേ പ്ലാറ്റ്ഫോമിൽ പരിശോധിക്കാൻ കഴിയും. അടുത്തത് നിങ്ങൾ എന്ന ഓപ്ഷനാണ്. ഇത് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പ്രൊഫൈൽ വിശദാംശങ്ങൾ കാണാനും ആവശ്യമെങ്കിൽ എഡിറ്റ് ചെയ്യാനും പ്രാപ്തമാക്കുന്നു. പ്രൊഫൈൽ പൂർത്തീകരണത്തിന്റെ നിലയും കാണിക്കുന്നു. പാസ്വേഡ് മാറ്റുന്നതിനും ബയോമെട്രിക് പ്രവർത്തനക്ഷമമാക്കുന്നതിനും പ്രവർത്തനരഹിതമാക്കുന്നതിനുമുള്ള ആക്സസ് നൽകുന്നു. ഉപഭോക്താക്കൾക്ക് ഇമെയിൽ പരിശോധിക്കാനും അവരുടെ പേര് എഡിറ്റ് ചെയ്യാനും അക്കൗണ്ടുകൾ ഇല്ലാതാക്കാനും കഴിയും. ശ്രദ്ധിക്കുക, പേര് ഒരിക്കൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ കഴിയൂ. ഈ ഓപ്ഷനുകൾ എൻ്റെ അക്കൗണ്ട് ടാബിന് കീഴിൽ ലഭ്യമാണ്. ഉപഭോക്താക്കൾക്ക് അവരുടെ വാലറ്റിലേക്ക് പണം ചേർക്കാനും കഴിയും. തത്സമയ ട്രെയിൻ ട്രാക്കിംഗ്. ട്രെയിനുകൾ വൈകിയാണ് എത്തുന്നതെങ്കിൽ അതേക്കുറിച്ച് അറിയാം. ഈ ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയം, മറ്റ് നിർണായക വിവരങ്ങളെക്കുറിച്ചുള്ള തത്സമയ അപ്ഡേറ്റുകൾ എന്നിവ ഉപയോഗിച്ച് ട്രെയിൻ ട്രാക്ക് ചെയ്ത് നിങ്ങളെ അറിയിക്കുകയും നിങ്ങളുടെ പദ്ധതികൾ ക്രമീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കോച്ച് പൊസിഷൻ ഫൈൻഡർ ആണ് അടുത്തത്. പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ കോച്ചിന്റെ സ്ഥാനം എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനൊപ്പം ബോർഡിംഗ് പ്രക്രിയ സുഗമവും സൗകര്യപ്രദവുമാക്കുന്ന ഫീച്ചറാണിത്. യാത്രക്കിടെ ഭക്ഷണം ഓർഡർ ചെയ്യാം.
യാത്രക്കിടെ വെണ്ടർമാരിൽ നിന്ന് ആവശ്യമുള്ള ഭക്ഷണത്തിന് ഓർഡർ നൽകാൻ സാധ്യമാക്കുന്ന ഫീച്ചറാണിത്. അങ്ങനെ യാത്രക്കിടയിലും ഇഷ്ടഭക്ഷണം ഉറപ്പാക്കാം. റെയിൽ മദത്. ഇന്ത്യൻ റെയിൽവേയുമായി നേരിട്ട് പരാതികൾ ഉന്നയിക്കുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നതിനും റെയിൽ മദത് സവിശേഷത ഉപയോഗിക്കാം. അതുവഴി നിങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കണ്ടെത്താനും സാധ്യമാണ്. റീഫണ്ട് അഭ്യർത്ഥനകൾ. റദ്ദാക്കിയതോ നഷ്ടമായതോ ആയ യാത്രകൾക്ക് ആപ്പ് വഴി റീഫണ്ട് അഭ്യർത്ഥിക്കാൻ കഴിയുന്ന പ്രക്രിയ ലളിതമാക്കാം. ബഹുഭാഷാ പിന്തുണ. ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ജനസംഖ്യയെ തൃപ്തിപ്പെടുത്തുന്നതിനും പ്രവേശനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഒന്നിലധികം ഭാഷകളിൽ ആപ്പ് ആക്സസ് ചെയ്യാവുന്നതാണ്. അവസാനത്തേത് വാലറ്റ് ഇന്റഗ്രേഷൻ. വിവിധ സേവനങ്ങൾക്ക് പേയ്മെന്റുകൾക്കായി സുരക്ഷിതവും സൗകര്യപ്രദവുമായി ആപ്പിൽ സംയോജിപ്പിച്ചിരിക്കുന്ന ഡിജിറ്റൽ വാലറ്റായ വാലറ്റ് ഉപയോഗിക്കാം.